ഇക്കിഗായ് ചെറുപ്പമായി തുടരാനുള്ള കല. ദ ആർട്ട് ഓഫ് സ്റ്റേയിങ് യങ് വൈൽ ഗ്രോയിങ് ഓൾഡ്. മനുഷ്യൻ വൃദ്ധനാകുന്നത് ശരീരം കൊണ്ടു മാത്രമല്ല, മനസ്സ് തളരുമ്പോഴാണ് യഥാർത്ഥ വാർദ്ധക്യം ആരംഭിക്കുന്നത്. ഈ ശക്തമായ ആശയമാണ് ഇക്കിഗായ് എന്ന പുസ്തകം മുന്നോട്ട് വയ്ക്കുന്നത്. ജപ്പാനിലെ ഒക്കിനാവ ദ്വീപിൽ 100 വയസ്സ് പിന്നിട്ട അനേകം ആളുകൾ എങ്ങനെ സന്തോഷത്തോടെ ഉത്സാഹത്തോടെ ജീവിക്കുന്നു എന്നതാണ് എഴുത്തുകാർ അന്വേഷിക്കുന്നത്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ രഹസ്യമാണ് ഇക്കിഗായ്. ഇക്കിഗായ് എന്നത് ഒരു വലിയ ലക്ഷ്യം മാത്രമല്ല, ജീവിതത്തിൽ നമുക്ക് ഓരോ ദിവസവും കാര്യങ്ങൾ ചെയ്യാൻ ഒരു കാരണം ഉണ്ടാകുക, അതാണ് ഇക്കിഗായ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്നും ജീവിക്കണം എന്ന് മനസ്സ് പറയുന്നുവെങ്കിൽ അവിടെയാണ് ഇക്കിഗായ് ആരംഭിക്കുന്നത്. വാർദ്ധക്യം ഒരു പ്രായമല്ല, അത് ഒരു മനോഭാവമാണ്. ഒക്കിനാവയിലെ മുതിർന്നവർ പ്രായത്തെ ഒരു ഭാരം പോലെ കണക്കാക്കുന്നില്ല. അവർ തങ്ങളെ ഉപയോഗമുള്ളവരായി കാണുന്നു. ദിവസവും ചെറിയ ജോലികൾ ചെയ്യുന്നു. സമൂഹത്തോടും കുടുംബത്തോടും ചേർന്നാണ് അവർ ജീവിക്കുന്നത്. ഇനി ഒന്നും ചെയ്യാനില്ല എന്ന ചിന്തയാണ് മനുഷ്യനെ വേഗത്തിൽ വൃദ്ധനാക്കുന്നത്. എന്നാൽ എനിക്ക് ഇന്നും ചെയ്യാനുണ്ട് എന്ന ബോധം ശരീരത്തിനും മനസ്സിനും പുതുജീവൻ നൽകുന്നു. ഇക്കിഗായ് ഉണ്ടെങ്കിൽ റിട്ടയർമെന്റ് ഇല്ല. പല പാശ്ചാത്യ രാജ്യങ്ങളിലും റിട്ടയർമെന്റ് എന്നത് ജീവിതത്തിന്റെ അവസാന ഘട്ടമായി കാണപ്പെടുന്നു. എന്നാൽ ഒക്കിനാവയിൽ റിട്ടയർമെന്റ് എന്ന ആശയം തന്നെ ഇല്ല. അവിടെ ആളുകൾ ജോലി നിർത്തുന്നില്ല. അവർക്ക് സന്തോഷം നൽകുന്ന പ്രവർത്തനങ്ങൾ മാത്രം തുടരും. കൃഷി, പാചകം, കുട്ടികളെ പഠിപ്പിക്കൽ, കല, സംഗീതം, കൈത്തറി, അങ്ങനെ ഇവയൊക്കെ അവരുടെ ഇക്കിഗായ് ആണ്. അവർ പണത്തിനു വേണ്ടിയല്ല, ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാകാനാണ് ജോലി ചെയ്യുന്നത്. മനസ്സിനെ സജീവമായി നിലനിർത്തുക എന്നതാണ് അവരുടെ ഉദ്ദേശം. മനസ്സ് സജീവമായാൽ ശരീരം സ്വാഭാവികമായി ആരോഗ്യമുള്ളതാകും. ഒക്കിനാവയിലെ മുതിർന്നവർ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാണ്. ഒരിക്കലും എനിക്ക് പ്രായമായി എന്നവർ പറയുന്നില്ല. ചെറിയ വെല്ലുവിളികളെ പോലും അവർ ആസ്വദിക്കുന്നു. മനസ്സ് വെല്ലുവിളികളെ സ്വീകരിക്കുമ്പോൾ തലച്ചോർ യുവത്വം നിലനിർത്തുന്നു. ഇതാണ് ഇക്കിഗായുടെ ശക്തി. ഇക്കിഗായ് ഒരു വലിയ സ്വപ്നം ആകണമെന്നില്ല. ചെറിയ സന്തോഷങ്ങൾ പോലും ഇക്കിഗായ് ആകാം. രാവിലെ ചായ കുടിക്കുന്നത്, പൂന്തോട്ടത്തിൽ ചെടികൾ നട്ടുപിടിപ്പിക്കുന്നത്, സുഹൃത്തുക്കളുമായി സംസാരിക്കുന്നത്, കൊച്ചുമക്കളോടൊപ്പം സമയം ചെലവഴിക്കുന്നത്. ഇത്തരം ചെറിയ കാര്യങ്ങളാണ് മനുഷ്യനെ ജീവിതത്തോട് ബന്ധിപ്പിച്ചു നിർത്തുന്നത്. മാനസിക സമ്മർദ്ദം കുറയുമ്പോൾ പ്രായവും കുറയും. അമിത സമ്മർദ്ദത്തിന്റെ ദോഷങ്ങൾ. അമിത സമ്മർദ്ദം ശരീരത്തെ വേഗത്തിൽ ക്ഷീണിപ്പിക്കുന്നു. രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുന്നു. മനസ്സിനെ തളർത്തുന്നു. ഒക്കിനാവയിലെ ആളുകൾ ജീവിതത്തെ വളരെ ലളിതമായി കാണുന്നു. അവർ പ്രശ്നങ്ങളെ ജീവിതത്തിന്റെ ഭാഗമായാണ് സ്വീകരിക്കുന്നത്. ഈ സമീപനമാണ് അവരെ ദീർഘായുസ്സിലേക്ക് നയിക്കുന്നത്. ഇക്കിഗായ് എന്നത് ദീർഘായുസ്സിന്റെ അടിസ്ഥാനമായാണ് അവർ കരുതുന്നത്. ഇക്കിഗായ് ഇല്ലെങ്കിൽ ദീർഘായുസ്സിന് അർത്ഥമില്ല. ഇക്കിഗായ് ഉണ്ടെങ്കിൽ പ്രായം ഒരു സംഖ്യ മാത്രമാണ്. ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കാൻ ഉത്സാഹമുണ്ടാകും. ശരീരം സ്വാഭാവികമായി സജീവമാകും. മനസ്സ് സന്തോഷത്തോടെ നിലനിൽക്കും. അതുകൊണ്ട് തന്നെ ഇക്കിഗായ് മനുഷ്യനെ ചെറുപ്പമായി തുടരാൻ സഹായിക്കുന്നു. ഈ ഭാഗത്തിലെ പ്രധാന ആശയങ്ങൾ: വാർദ്ധക്യം ഒരു പ്രായമല്ല, ഒരു മനോഭാവമാണ്. ഇക്കിഗായ് ഉണ്ടെങ്കിൽ ജീവിതത്തിന് ഊർജമുണ്ട്. ചെറു സന്തോഷങ്ങൾ പോലും ഇക്കിഗായ് ആകാം. ലക്ഷ്യമുള്ള ജീവിതമാണ് ദീർഘായുസ്സിന്റെ രഹസ്യം. എനിക്ക് എല്ലാ ദിവസവും എന്തെങ്കിലും ചെയ്യാനുണ്ട് എന്ന ചിന്തയാണ് യുവത്വം. ആന്റി ഏജിംഗ് സീക്രട്സ്. ദീർഘവും സന്തോഷകരവുമായ ജീവിതത്തിനുള്ള ചെറിയ ശീലങ്ങൾ. മനുഷ്യന് വേഗത്തിൽ പ്രായമേറാൻ കാരണമാകുന്നത് എന്താണ്? ഉത്തരം വ്യക്തമാണ്. തെറ്റായ ശീലങ്ങൾ, അമിത സമ്മർദ്ദം, അർത്ഥമില്ലാത്ത ജീവിതം. ഒക്കിനാവയിലെ 100 വയസ്സുകാരുടെ ജീവിതം പഠിച്ച എഴുത്തുകാർ കണ്ടെത്തുന്നത് ദീർഘായുസ്സിന് വലിയ രഹസ്യങ്ങളൊന്നുമില്ല എന്നതാണ്. ചെറിയ സ്ഥിരമായ ശീലങ്ങളാണ് മനുഷ്യനെ യുവത്വത്തോടെ നിലനിർത്തുന്നത്. ആന്റി ഏജിംഗ് എന്നത് ഒരിക്കലും പുറമേയുള്ള സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന കോസ്മെറ്റിക് അല്ല, അതൊരു ജീവിത രീതിയാണ്. പലരും ആന്റി ഏജിംഗ് എന്ന് കേൾക്കുമ്പോൾ ക്രീമുകൾ, മരുന്നുകൾ, ചെലവേറിയ ചികിത്സകൾ എന്നിവയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. യഥാർത്ഥ ആന്റി ഏജിംഗ് ശരീരത്തിലല്ല, ജീവിതശൈലിയിലാണ്.
ഒക്കിനാവയിലെ ആളുകൾ സ്വാഭാവികമായി ജീവിക്കുന്നു, ശരീരത്തോട് സൗഹൃദത്തോടെ പെരുമാറുന്നു, മനസ്സിനെ ശാന്തമായി നിലനിർത്തുന്നു. ഇതാണ് അവരുടെ യഥാർത്ഥ ആന്റി ഏജിംഗ് രഹസ്യം. ഹരഹ ചിബു 80% മാത്രം തൃപ്തി. വയറു നിറഞ്ഞതായി തോന്നുന്നതിനു മുൻപ് ഭക്ഷണം നിർത്തുക. ഏകദേശം 80% മാത്രം തൃപ്തിയാകുമ്പോൾ. ഒക്കിനാവയിലെ ആളുകൾ അമിത ഭക്ഷണം കഴിക്കുന്നില്ല. ഭക്ഷണം ഒരു ആസ്വാദനമായി കാണുന്നു. പതുക്കെ ശ്രദ്ധയോടെ ഭക്ഷണം കഴിക്കുന്നു. ഇത് ദഹനം മെച്ചപ്പെടുത്തുന്നു, ശരീരഭാരം നിയന്ത്രിക്കുന്നു, രോഗസാധ്യത കുറയ്ക്കുന്നു. അമിത ഭക്ഷണം ശരീരത്തെ വേഗത്തിൽ ക്ഷീണിപ്പിക്കുന്നു. സമ്മർദ്ദം എന്നത് ഏറ്റവും വലിയ ഏജിംഗ് ഫാക്ടറാണ്. ഇവിടെ സമ്മർദ്ദത്തെ മന്ദഗതിയിലുള്ള വിഷം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അമിത സമ്മർദ്ദം ഹൃദ്രോഗം, പ്രമേഹം, മാനസിക തളർച്ച, ഉറക്കക്കുറവ് എന്നിവയ്ക്ക് കാരണമാകുന്നു. ഒക്കിനാവയിലെ ആളുകൾ സമ്മർദ്ദത്തെ നേരിടുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. പ്രശ്നങ്ങളെ ജീവിതത്തിന്റെ ഭാഗമെന്ന പോലെ സ്വീകരിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും അവർ വലിയ ഗൗരവമുള്ള രീതിയിൽ പ്രതികരിക്കുന്നില്ല. ചിരിയും സൗഹൃദവും സമ്മർദ്ദം കുറയ്ക്കാനുള്ള മരുന്നുകളാണെന്ന് അവർ കരുതുന്നു. സമ്മർദ്ദം കുറച്ചാൽ പ്രായവും സ്വാഭാവികമായി കുറയും. ചെറിയ സന്തോഷങ്ങളുടെ ശക്തി. ജോയ് ഈസ് ക്യുമുലേറ്റീവ്. സന്തോഷം പല കാര്യങ്ങളും കൂടിച്ചേർന്ന ഒന്നാണ്. ഒരു നല്ല സംഭാഷണം, പ്രകൃതിയിൽ സമയം ചെലവഴിക്കൽ, പ്രിയപ്പെട്ട ഒരു ജോലി, നന്ദിയോടെ ഒരു ദിവസം അവസാനിപ്പിക്കൽ, ഇവയൊക്കെ മനസ്സിനെ ശാന്തമാക്കുന്നു. ശാന്തമായ മനസ്സിലാണ് ആരോഗ്യമുള്ള ശരീരം നിലനിൽക്കുന്നത്. സജീവമായ ജീവിതം തുടരുക. എക്സർസൈസ് എന്ന പേര് വേണ്ട. ഒക്കിനാവയിലെ ആളുകൾ ജിമ്മിൽ പോകാറില്ല. എന്നാൽ അവർ നടക്കുന്നു, കൃഷി ചെയ്യുന്നു, വീട്ടുപണികളിൽ സജീവമായി പങ്കെടുക്കുന്നു, ദിവസവും ശരീരം ചലിപ്പിക്കുന്നു. ശരീരത്തിന് ചലനം കിട്ടുമ്പോൾ രക്തചംക്രമണം മെച്ചപ്പെടും, പേശികൾ ശക്തമാകും, മനസ്സും ഉണരും. സജീവവും ചലിക്കുന്നതുമായ ശരീരം നമ്മുടെ ചെറുപ്പം നിലനിർത്തുന്നു. സുഹൃത്തുക്കളും സമൂഹവും. ഒക്കിനാവയിലെ ദീർഘായുസ്സുള്ളവരുടെ മറ്റൊരു രഹസ്യം സാമൂഹിക ബന്ധങ്ങളാണ്. അവർ ഒറ്റയ്ക്കല്ല ജീവിക്കുന്നത്. കൂട്ടായ്മകളിൽ പങ്കുചേരുന്നു, പരസ്പരം പിന്തുണയ്ക്കുന്നു. ഒറ്റപ്പെടൽ മനുഷ്യനെ മാനസികമായി തളർത്തുന്നു, രോഗസാധ്യത വർദ്ധിപ്പിക്കുന്നു. സൗഹൃദം ഒരു ആന്റി ഏജിംഗ് മെഡിസിൻ തന്നെയാണ്. നാച്ചുറൽ ലൈഫ്, സ്ലോ ലൈഫ്. പ്രകൃതിയോടിണങ്ങിയ ജീവിതം, തിരക്കില്ലാത്ത ജീവിതം. ഒക്കിനാവയിലെ ആളുകൾ തിരക്കുപിടിച്ച ജീവിതശൈലിയല്ല പിന്തുടരുന്നത്. ഓരോ നിമിഷവും അനുഭവിക്കുന്നു. ജീവിതത്തെ ഒരു മത്സരമായി അവർ കാണുന്നില്ല. പതുക്കെ ജീവിച്ചാൽ ജീവിതം ദീർഘമാകും എന്നവർ വിശ്വസിക്കുന്നു. ദീർഘായുസിന്റെ രഹസ്യം വലിയ മാറ്റങ്ങളിലല്ല, ദൈനംദിന ജീവിതത്തിലെ ചെറിയ ശീലങ്ങളിലാണ്. ഇക്കിഗായുള്ള ജീവിതം മാനസിക സമ്മർദ്ദത്തെ കുറയ്ക്കുന്നു, ശരീരത്തെ സംരക്ഷിക്കുന്നു, മനസ്സിനെ സന്തോഷത്തോടെ നിലനിർത്തുന്നു. ഈ ഭാഗത്തിലെ പ്രധാന ആശയങ്ങൾ: ആന്റി ഏജിംഗ് ഒരു ലൈഫ് സ്റ്റൈലാണ്. 80% മാത്രം ഭക്ഷണം കഴിക്കുക. സമ്മർദ്ദം കുറച്ചാൽ പ്രായം കുറയും. ചെറിയ സന്തോഷങ്ങൾ ദീർഘായുസ്സിന് വഴിയൊരുക്കും. സാമൂഹിക ബന്ധങ്ങൾ ആരോഗ്യം വർദ്ധിപ്പിക്കും. ജീവിത ലക്ഷ്യം കണ്ടെത്തുക. ഫ്രം ലോഗോതെറാപ്പി ടു ഇക്കിഗായ്. ജീവിതത്തിൽ എല്ലാം ഉണ്ടായിട്ടും ചിലർ എന്തുകൊണ്ട് ശൂന്യത അനുഭവിക്കുന്നു? ഉത്തരം വളരെ ആഴത്തിലുള്ളതാണ്. ജീവിതത്തിന് അർത്ഥം നഷ്ടപ്പെടുമ്പോഴാണ് മനുഷ്യൻ മാനസികമായി തകരുന്നത്. വിക്ടർ ഫ്രാങ്കൽ എന്ന മനഃശാസ്ത്രജ്ഞന്റെ ലോഗോതെറാപ്പി എന്ന ആശയത്തെ ഇക്കിഗായിയുമായി ബന്ധിപ്പിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ലോഗോതെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിതത്തിന് ഒരു അർത്ഥം വേണമെന്നതാണ്. വിക്ടർ ഫ്രാങ്കൽ ഒരു നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്നും രക്ഷപ്പെട്ടു വന്നയാളാണ്. അദ്ദേഹം അത്യന്തം കഠിനമായ സാഹചര്യങ്ങളിലും ജീവൻ നിലനിർത്തിയ മനുഷ്യരുടെ മനസ്സ് പഠിച്ചു. അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ അതീവ ശക്തമായിരുന്നു. മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത് സന്തോഷമല്ല, ജീവിതത്തിന് അർത്ഥമുണ്ടെന്ന ബോധമാണ്. വേദന, ദുഃഖം, നഷ്ടം ഇവയെല്ലാം സഹിക്കാൻ മനുഷ്യനെ സഹായിക്കുന്നത് എനിക്ക് ജീവിക്കാൻ ഒരു കാരണമുണ്ട് എന്ന ചിന്തയാണ്. ഇതാണ് ലോഗോതെറാപ്പിയുടെ അടിസ്ഥാനം. ഇതുതന്നെയാണ് ഇക്കിഗായുടെ ആത്മാവ്. ഇക്കിഗായ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വലിയ ലക്ഷ്യം മാത്രമല്ല. പലരും ജീവിത ലക്ഷ്യം എന്ന് പറയുമ്പോൾ നല്ല ജോലി അല്ലെങ്കിൽ കരിയർ, വലിയ വിജയങ്ങൾ, പണം, പ്രശസ്തി ഇവയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. എന്നാൽ ഇക്കിഗായ് ഒരു വലിയ ലക്ഷ്യമായിരിക്കണമെന്നില്ല. കുട്ടികളെ വളർത്തുക, രോഗികളെ പരിചരിക്കുക, ഒരു കല പൂർണ്ണതയോടെ ചെയ്യുക, സമൂഹത്തിന് ചെറിയ സംഭാവന നൽകുക, ഇവയൊക്കെ ഒരാളുടെ ഇക്കിഗായ് ആകാം. വലിപ്പം പ്രധാനമല്ല, ചെയ്യുന്ന കാര്യത്തിന്റെ അർത്ഥമാണ് പ്രധാനം.
ജീവിതത്തിന്റെ അർത്ഥശൂന്യതയാണ് ആധുനിക മനുഷ്യനെ ബാധിച്ച ഏറ്റവും വലിയ രോഗം. എക്സിസ്റ്റൻഷ്യൽ വാക്വം എന്ന ആശയമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. എല്ലാം ഉണ്ടായിട്ടും സംതൃപ്തിയില്ല. ദിവസങ്ങൾ യാന്ത്രികമായി കടന്നുപോകുന്നു. ജീവിതത്തിന് ദിശയില്ലെന്ന് തോന്നുന്നു. ഇതാണ് ആധുനിക മനുഷ്യന്റെ വലിയ പ്രശ്നം. ഇക്കിഗായ് ഇല്ലാത്ത ജീവിതം വിഷാദം, ഉത്കണ്ഠ, ആസക്തി, ബേൺ ഔട്ട്, അതായത് എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ, ഇവയ്ക്കെല്ലാം കാരണമാകുന്നു. ഇക്കിഗായ് ശൂന്യതയെ മൂല്യങ്ങളിലേക്ക് മാറ്റുന്നു. ഇക്കിഗായ് കണ്ടെത്താനുള്ള ആത്മപരിശോധന. നമ്മൾ ഇക്കിഗായ് കണ്ടെത്തുന്നത് പുറമേ നിന്നല്ല, അത് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നടത്തുന്ന യാത്രയാണ്. സ്വയം ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. എനിക്ക് സമയത്തെക്കുറിച്ചുള്ള ധാരണ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്നെക്കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നത് എപ്പോഴാണ്? എനിക്ക് മനസ്സിന് സമാധാനം നൽകുന്ന പ്രവർത്തനമേത്? പണം ലഭിച്ചില്ലെങ്കിലും ഞാൻ ചെയ്യാൻ തയ്യാറുള്ള കാര്യം എന്താണ്? ഈ ചോദ്യങ്ങളാണ് ഇക്കിഗായിലേക്കുള്ള വഴി തുറക്കുന്നത്. വേദനയും ഇക്കിഗായും. ജീവിതത്തിലെ വേദനയെ നിഷേധിക്കുകയല്ല, പകരം അത് ഒരു സത്യമാണെന്ന് മനസ്സിലാക്കി സ്വീകരിക്കുന്നു. വേദന ഒഴിവാക്കാൻ കഴിയില്ല, പക്ഷേ അത് അർത്ഥപൂർണമാക്കാം. ഇക്കിഗായ് ഉണ്ടെങ്കിൽ വേദന സഹിക്കാവുന്നതാകും. പരാജയം നഷ്ടമാകും, നഷ്ടം വളർച്ചയാകും. വേദന തന്നെ ഇക്കിഗായുടെ ഭാഗമാകാം. ഇക്കിഗായ് ജീവിത ലക്ഷ്യത്തെ ഒരു ഉത്തരവാദിത്തമായി കാണുന്നു. ജീവിതം നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇക്കിഗായ്. ജീവിതം എന്നിൽ നിന്ന് എന്തു പ്രതീക്ഷിക്കുന്നു? ആ ചോദ്യത്തിന് ഉത്തരമാകുന്ന പ്രവർത്തനമാണ് ഇക്കിഗായ്. ഇക്കിഗായ് സ്വാർത്ഥതയല്ല, അത് സമൂഹത്തോട് ബന്ധപ്പെട്ടു കിടക്കുന്നു. ചെറിയ ഉത്തരവാദിത്വങ്ങൾ വഴി ജീവിതത്തിന് വലിയ അർത്ഥമുണ്ടാകുന്നു. ഒക്കിനാവയിലെ മുതിർന്നവർ ദിവസവും ചെയ്യേണ്ട ചെറിയ ഉത്തരവാദിത്തങ്ങൾ സ്വീകരിക്കുന്നു. എന്നെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന ബോധത്തോടെ ജീവിക്കുന്നു. ഒരു ചെറിയ ഉത്തരവാദിത്തം പോലും ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാക്കുന്നു എന്ന് സ്വയം മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ജീവിതത്തെ ദൃഢമാക്കുന്നു. ഇക്കിഗായ് എന്നത് ദിവസേന ജീവിക്കാൻ ഒരു കാരണം തന്നെയാണ്. ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുകയല്ല, നമ്മൾ തന്നെ അത് സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇക്കിഗായ് മനുഷ്യനെ തളരാതെ നിലനിർത്തുന്നു, ദുഃഖത്തിലും അർത്ഥം കണ്ടെത്താൻ സഹായിക്കുന്നു, ജീവിതത്തെ ഒരു ഭാരമായല്ല ഒരു ദൗത്യമായി കാണുന്നു. ഈ ഭാഗത്തിലെ പ്രധാന ആശയങ്ങൾ: മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത് ജീവിതത്തിന്റെ അർത്ഥമാണ്. ഇക്കിഗായ് വലിയ ലക്ഷ്യമായിരിക്കണമെന്നില്ല. ജീവിതശൂന്യത ഇക്കിഗായ് കൊണ്ട് പൂരിപ്പിക്കാം. വേദനയ്ക്കും അർത്ഥം നൽകാം. ഇക്കിഗായ് എന്നത് ഒരു ഉത്തരവാദിത്തമാണ്. ഫ്ലോ. ജോലിയും ജീവിതവും ഒരുമിച്ച് സന്തോഷമാകുന്ന അവസ്ഥ. മനുഷ്യജീവിതത്തിലെ ഒരു അതിശയകരമായ അനുഭവത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ഫ്ലോ. നാം ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിൽ പൂർണ്ണമായും ലയിച്ചു പോകുന്ന അവസ്ഥയാണിത്. സമയം കടന്നു പോകുന്നത് പോലും അറിയാതെ മനസ്സും ശരീരവും ഒരേ ദിശയിൽ പ്രവർത്തിക്കുന്ന നിമിഷങ്ങൾ. എഴുത്തുകാർ പറയുന്നത് ഇക്കിഗായ് അനുഭവപ്പെടുന്ന നിമിഷങ്ങളാണ് ഫ്ലോ. ഫ്ലോ എന്നത് എന്താണ്? ഫ്ലോ എന്ന ആശയം മനഃശാസ്ത്രജ്ഞനായ മിഹൈ ചിക്സെൻമിഖായ് അവതരിപ്പിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഫ്ലോ എന്നത് ഒരു പ്രവർത്തനത്തിൽ പൂർണ്ണമായ ശ്രദ്ധയും സന്തോഷവും ഒരുമിച്ച് അനുഭവപ്പെടുന്ന അവസ്ഥയാണ്. ഫ്ലോ അവസ്ഥയിൽ സമയം വേഗത്തിൽ കടന്നു പോകുന്നത് പോലെ തോന്നും. ക്ഷീണം അനുഭവപ്പെടില്ല. പുറംലോക ചിന്തകൾ ഇല്ലാതാകും. ജോലി തന്നെ ആസ്വാദനമാകും. ഫ്ലോ ഉണ്ടെങ്കിൽ ജോലി ഒരു ഭാരമായി തോന്നില്ല. ജോലി തന്നെയാണ് സന്തോഷം. ഇക്കിഗായ് ഉണ്ടെങ്കിൽ ഫ്ലോ സ്വാഭാവികമായി ഉണ്ടാകും. നമുക്ക് അർത്ഥപൂർണമായി തോന്നുന്നതും ഇഷ്ടമുള്ളതുമായ ജോലി ചെയ്യുമ്പോൾ ശ്രദ്ധ സ്വയം കേന്ദ്രീകരിക്കും. മനസ്സ് ശാന്തമാകും. ഉള്ളിൽ സന്തോഷം നിറയും. ഒക്കിനാവയിലെ മുതിർന്നവർ അവരുടെ ഇക്കിഗായ് പ്രവർത്തനങ്ങളിൽ ഫ്ലോ അനുഭവിക്കുന്നു. ഒരു വയോധികൻ തോട്ടം പരിപാലിക്കുമ്പോൾ, ഒരു കലാകാരൻ ചിത്രരചനയിലായിരിക്കും, ഒരു പാചകക്കാരൻ അടുക്കളയിലാകും. അവർക്കത് ജോലിയല്ല, അതവരുടെ ജീവിതമാണ്. ഫ്ലോ ഉണ്ടാകാനുള്ള 3 പ്രധാന വ്യവസ്ഥകൾ: വ്യക്തമായ ലക്ഷ്യം, നാം എന്തു ചെയ്യുകയാണ് എന്ന് വ്യക്തമായിരിക്കണം. അവ്യക്തത ഫ്ലോ നശിപ്പിക്കും. വെല്ലുവിളിയും കഴിവും തമ്മിലുള്ള സമതുലനം. ജോലി വളരെ എളുപ്പമായാൽ ബോറടിക്കും. അതിവിശ്രമമായാലും സമ്മർദ്ദമുണ്ടാകും. നമ്മുടെ കഴിവിനൊത്ത വെല്ലുവിളിയാണ് ഫ്ലോ സൃഷ്ടിക്കുന്നത്. ഉടനടിയുള്ള പ്രതികരണം അല്ലെങ്കിൽ ഫീഡ്ബാക്ക്. നമ്മൾ ശരിയായ ദിശയിലാണ് എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രതികരണം ഫ്ലോ നിലനിർത്തും. മൾട്ടി ടാസ്കിംഗ് എന്ന ഫ്ലോയുടെ ശത്രു.
ആധുനിക ജീവിതത്തിലെ ഒരു വലിയ പ്രശ്നത്തെ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു: മൾട്ടി ടാസ്കിംഗ്. ഒരേ സമയം പല ജോലികൾ ചെയ്യുക. ഒരേ സമയം മൊബൈൽ, സോഷ്യൽ മീഡിയ, ജോലികൾ, ചിന്തകൾ, ഇവയൊക്കെ ഫ്ലോ നശിപ്പിക്കുന്നു. ഫ്ലോ ഉണ്ടാകാൻ ഒരു സമയം ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ വേണം. ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കണം, അഥവാ ശ്രദ്ധ പോകാതിരിക്കണം. ആഴത്തിലുള്ള ശ്രദ്ധ വേണം, ഡീപ്പ് ഫോക്കസ്. ഇവയെല്ലാം അത്യാവശ്യമാണ്. ഫ്ലോ എന്നാൽ ധ്യാനത്തിൻ്റെ മറ്റൊരു രൂപമാണ്. ഫ്ലോ ഉണ്ടാകുമ്പോൾ ധ്യാനത്തിൽ എന്ന പോലെ മനസ്സ് ഇപ്പോഴത്തെ നിമിഷത്തിൽ കേന്ദ്രീകരിക്കും. ഭൂതകാലത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചുമുള്ള ചിന്തകൾ അകലും. ഫ്ലോ അവസ്ഥയിൽ ഞാൻ എന്ന ബോധം മങ്ങിപ്പോകും. പ്രവർത്തനം തന്നെ നമ്മളെ നയിക്കും. അതിനാൽ ആക്റ്റീവ് മെഡിറ്റേഷൻ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. സ്മാൾ പ്രോഗ്രസ്, ലോങ് മാസ്റ്ററി. ചെറിയ പുരോഗതി, വലിയ കാലയളവിലെ മികവ്. ഒക്കിനാവയിലെ കൈത്തറി തൊഴിലാളികളും കലാകാരന്മാരും ഒരു ദിവസം വലിയ പുരോഗതി പ്രതീക്ഷിക്കുന്നില്ല. ദിവസേന ചെറിയ മെച്ചപ്പെടുത്തലിലാണ് ശ്രദ്ധിക്കുന്നത്. ജപ്പാനീസ് ആശയമായ കൈസൻ ഇവിടെ പരാമർശിക്കുന്നു. തുടർച്ചയായ ചെറിയ പുരോഗതിയാണത്. ഫ്ലോ എന്ന അവസ്ഥയിൽ പെർഫെക്ഷൻ വേണമെന്നില്ല. ആ പ്രോസസ് ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ദീർഘകാല മികവിൻ്റെ രഹസ്യം. ഫ്ലോ സമയത്തെ ബഹുമാനിക്കുന്നു, അതിൽ മൂല്യം കാണുന്നു. സമയത്തോടുള്ള ജാപ്പനീസ് സമീപനം ഇങ്ങനെയാണ്: അവർ സമയം കൊല്ലുന്നില്ല, സമയം തിരക്കു പിടിച്ചതാക്കുന്നില്ല, സമയം ആസ്വദിക്കുന്നു. ഫ്ലോ ഉള്ള നിമിഷങ്ങൾ ജീവിതത്തിൻ്റെ ഏറ്റവും മൂല്യമുള്ള സമയമാണ്. അവിടെയാണ് ഇക്കിഗായ് ശക്തമാകുന്നത്. ആധുനിക ലോകത്ത് അമിത വേഗം, നിരന്തരമായ നോട്ടിഫിക്കേഷനുകൾ, കോൺസ്റ്റന്റ് കമ്പാരിസൺ, അതായത് തുടർച്ചയായ താരതമ്യം, ഇവയൊക്കെ ഫ്ലോ ഇല്ലാതാക്കുന്നു. ഫ്ലോ ഇല്ലാത്ത ജീവിതം വിശ്രമമില്ലാത്ത ജോലിക്കും അസംതൃപ്തിക്കും മനസ്സിനകത്തെ ശൂന്യതയ്ക്കും കാരണമാകുന്നു. സന്തോഷം ജോലി കഴിഞ്ഞു വരുന്നതല്ല, ജോലി ചെയ്യുന്ന നിമിഷത്തിലാണ് അത് ജനിക്കുന്നത്. ഫ്ലോ അനുഭവിക്കുന്ന മനുഷ്യൻ ജോലി കൊണ്ട് തളരുന്നില്ല, ജീവിതത്തോട് അകലം പുലർത്തുന്നില്ല, ഓരോ നിമിഷവും ജീവിക്കുന്നു. ഫ്ലോ തന്നെയാണ് ഇക്കിഗയെ ദിവസേനയുള്ള അനുഭവമാക്കുന്നത്. ഈ ഭാഗത്തിലെ പ്രധാന ആശയങ്ങൾ: ഫ്ലോ എന്നാൽ പൂർണ്ണമായ ശ്രദ്ധയും സന്തോഷവും ചേർന്നതാണ്. ഇക്കിഗായ് ഉണ്ടെങ്കിൽ ഫ്ലോ സ്വാഭാവികമായി വരും. മൾട്ടി ടാസ്കിംഗ് ഫ്ലോയെ നശിപ്പിക്കുന്നു. പ്രോസസ് ആസ്വദിച്ചാൽ മാസ്റ്ററി അല്ലെങ്കിൽ പ്രാവീണ്യം തനിയെ വരും. ഫ്ലോ ജീവിതത്തെ ഭാരമല്ല, അനുഭവമാക്കുന്നു. മാസ്റ്റേഴ്സ് ഓഫ് ലോഞ്ചെവിറ്റി. ഒക്കിനാവയിലെ 100 വയസ്സുകാരുടെ ജ്ഞാനം. ജപ്പാനിലെ ഒക്കിനാവ ദ്വീപ് ലോകത്ത് ഏറ്റവും കൂടുതൽ 100 വയസ്സുകാർ ജീവിക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്ന സ്ഥലമാണ്. ഇവിടെ ജീവിക്കുന്നവർ ദീർഘകാലം ജീവിക്കുന്നതിൻ്റെ പിന്നിൽ ശാസ്ത്രവും ഭാഗ്യവും അല്ല, ഒരു ജീവിത തത്വമാണ് എന്ന് എഴുത്തുകാർ വ്യക്തമാക്കുന്നു. ഒക്കിനാവയിലെ 100 വയസ്സുകാരുടെ ജീവിതം പഠിച്ചപ്പോൾ കണ്ടെത്തിയ ഏറ്റവും വലിയ സത്യം ദീർഘായുസിന്റെ രഹസ്യം ഇക്കിഗായ് അല്ലാതെ മറ്റൊന്നുമല്ല എന്നതാണ്. എനിക്ക് ഇന്നും പലതും ചെയ്യാൻ കഴിയും എന്ന ബോധം. ഒക്കിനാവയിലെ മുതിർന്നവരുടെ ജീവിതത്തിൽ ഒരേ ഒരു വാചകം ആവർത്തിക്കുന്നു: എനിക്ക് ഇന്നും പലതും ചെയ്യാനുണ്ട്. അവർ രാവിലെ ഉത്സാഹത്തോടെ എഴുന്നേൽക്കുന്നു, ദിവസത്തിനായി ഒരു പദ്ധതി ഉണ്ടാക്കുന്നു, സമൂഹത്തിൽ ഒരു നല്ല പങ്ക് വഹിക്കുന്നു. ഈ ബോധമാണ് അവരുടെ ജീവിത ഊർജം. റിട്ടയർമെന്റ് ഇല്ലാത്ത ജീവിതം. ഒക്കിനാവയിലെ 100 വയസ്സുകാർ റിട്ടയർ ചെയ്യുന്നില്ല, അവർ ജോലി നിർത്തുന്നില്ല. സന്തോഷം നൽകുന്ന പ്രവർത്തനങ്ങൾ മാത്രം തുടരും. കൃഷി, തോട്ടപരിപാലനം, പാചകം, കുട്ടികളെ നോക്കൽ, കൈത്തറി, ഇവ പണത്തിനു വേണ്ടിയല്ല, ജീവിതത്തിനൊരർത്ഥമുണ്ടാകാനാണ് അവർ ചെയ്യുന്നത്. മൊആയി അഥവാ മോഹി എന്ന കൂട്ടായ്മയുടെ ശക്തി. മൊആയി എന്നത് ബാല്യകാലത്ത് തന്നെ രൂപപ്പെടുന്ന ഒരു കൂട്ടായ്മയാണ്. ജീവിതം മുഴുവൻ പരസ്പരം പിന്തുണയ്ക്കുന്ന സംഘങ്ങളാണിവ. മൊആയി അംഗങ്ങൾ സന്തോഷവും ദുഃഖവും പങ്കിടുന്നു, സാമ്പത്തികവും മാനസികവുമായ പിന്തുണ നൽകുന്നു, ഒറ്റപ്പെടൽ ഒഴിവാക്കുന്നു. മൊആയി ഒക്കിനാവയിലെ ഏറ്റവും ശക്തമായ ആൻറ്റി ഏജിംഗ് മെഡിസിൻ ആണ്. ഒറ്റപ്പെടൽ എന്നത് ദീർഘായുസിന്റെ ശത്രുവാണ്. ഒറ്റപ്പെടൽ മനുഷ്യനെ വേഗത്തിൽ ക്ഷീണിപ്പിക്കുന്നു. ഒക്കിനാവയിലെ ആളുകൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നില്ല, കൂട്ടായ്മയിൽ ജീവിക്കുന്നു, സമൂഹത്തോട് ബന്ധപ്പെട്ടു നിൽക്കുന്നു. സാമൂഹിക ബന്ധങ്ങൾ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നു, മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നു, ജീവിതത്തിന് അർത്ഥം നൽകുന്നു. സാധാരണ ജീവിതം എന്നാൽ അസാധാരണമായ ദീർഘായുസ്. ഒക്കിനാവയിലെ 100 വയസ്സുകാർ ആഡംബരം ആഗ്രഹിക്കുന്നില്ല. ലളിതമായ ഭക്ഷണം,
ആർഭാടങ്ങളില്ലാത്ത വീട്, ചെറിയ ആഗ്രഹങ്ങൾ, ഇവയൊക്കെയാണ് അവരുടെ ജീവിത രീതിയിൽ ഉൾപ്പെടുന്നത്. അവർ ജീവിതത്തെ ഒരു മത്സരമായി കാണുന്നില്ല. തിരക്കില്ലാതെ ജീവിക്കുക എന്നതാണ് അവരുടെ തത്വം. അവർ ശരീരത്തോട് സൗഹൃദമുണ്ടാക്കുന്നു. ശരീരത്തെ ശത്രുവായി കാണുന്നില്ല. അമിതമായി ശരീരത്തെ തളർത്തുന്നില്ല. ശരീരത്തെ ദിവസേന ചലിപ്പിക്കുന്നു. ഒക്കിനാവയിലെ ആളുകൾ നടക്കുന്നു, കൃഷി ചെയ്യുന്നു, നിലത്തിരിക്കുന്നു. ശരീരം സ്വാഭാവികമായി ഉപയോഗിക്കുന്നു. ശരീരം ഉപയോഗിച്ചാൽ അത് നമ്മോട് തന്നെ നന്ദി പറയും എന്നവർ വിശ്വസിക്കുന്നു. ചിരിയും നന്ദിയും. ഒക്കിനാവയിലെ 100 വയസ്സുകാരുടെ മുഖത്ത് സ്ഥിരമായ ചിരിയുണ്ട്. അവർ ജീവിതത്തോട് നന്ദിയുള്ളവരാണ്. അവർ കഴിഞ്ഞ കാര്യങ്ങളിൽ പശ്ചാത്തപിക്കുന്നില്ല. ഭാവിയെക്കുറിച്ച് അമിത ആശങ്ക കാണിക്കുന്നില്ല. ഇപ്പോഴത്തെ നിമിഷത്തിൽ ജീവിക്കുന്നു. നന്ദിയുള്ള മനസ്സ് ദീർഘായുസ്സിലേക്കുള്ള എളുപ്പവഴിയാണ്. ഇക്കിഗായ് എന്നാൽ ജീവിക്കാൻ ഒരു കാരണം തന്നെയാണ്. ജീവിക്കാൻ ഒരു കാരണമുള്ളവർക്ക് മരണമെന്ന ചിന്ത പോലും ഭയം നൽകില്ല. ഇക്കിഗായ് രാവിലെ എഴുന്നേൽക്കാനുള്ള ഊർജമാണ്. രോഗങ്ങളെ ചെറുക്കാനുള്ള ശക്തിയാണ്. ജീവിതത്തെ ഭാരമായല്ല, അനുഗ്രഹമായാണ് അവർ കാണുന്നത്. ഒക്കിനാവയിലെ 100 വയസ്സുകാർ നമ്മോട് പറയുന്നത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. ജീവിതം ദീർഘമാകണമെങ്കിൽ ജീവിതം അർത്ഥവത്താകണം. ഇക്കിഗായ് ഇല്ലാതെ ദീർഘായുസ് വെറും സമയം മാത്രമാണ്. ഇക്കിഗായ് ഉള്ള ജീവിതം സന്തോഷവും സമാധാനവും നിറഞ്ഞതാണ്. ഈ ഭാഗത്തിലെ പ്രധാന ആശയങ്ങൾ: എനിക്ക് ഇന്നും പലതും ചെയ്യാനുണ്ട് എന്ന ബോധം, റിട്ടയർമെന്റ് ഇല്ലാത്ത ജീവിതം, മോആയി പോലുള്ള കൂട്ടായ്മകൾ, ലളിത ജീവിതമെന്നാൽ ദീർഘായുസ്, ഇക്കിഗായ് ദീർഘായുസിന്റെ ആത്മാവാണ്. ലെസൺസ് ഫ്രം ജപ്പാൻസ് സെന്റിനേറിയൻസ്. ജപ്പാനിലെ 100 വയസ്സുകാർ നൽകുന്ന പാഠങ്ങൾ. ജപ്പാനിലെ 100 വയസ്സുകാർ പാലിക്കുന്ന ജീവിത പാഠങ്ങളും ചൊല്ലുകളും മുഖേനയാണ് ഇവിടെ ഇക്കിഗായിയെ വിശദീകരിക്കുന്നത്. സന്തോഷത്തിനും ദീർഘായുസിനും വഴികാട്ടുന്ന ജപ്പാനീസ് ജീവിത തത്വങ്ങളാണിവ. ഈ ചൊല്ലുകൾ വെറും വാക്കുകളല്ല, അനുഭവങ്ങളിൽ നിന്ന് പിറന്ന ജീവിത സത്യങ്ങളാണ്. ഒക്കിനാവയിലെ മുതിർന്നവർ പറയുന്നത് വളരെ ലളിതമാണ്. സന്തോഷം എന്നത് അന്വേഷിച്ചു പോകേണ്ട ഒരു കാര്യമല്ല, അത് ജീവിത ശൈലിയാകണം. നാന കൊറോബിയ ഓക്കി. ഫാൾ ഡൗൺ 7 times, ഗെറ്റ് അപ്പ് 8. 7 തവണ വീണാൽ 8 തവണ എഴുന്നേൽക്കുക. ജീവിതത്തിൽ പരാജയങ്ങൾ ഒഴിവാക്കാനാവില്ല. നഷ്ടങ്ങളുണ്ടാകും, വേദനകൾ വരും. പക്ഷേ എഴുന്നേൽക്കാനുള്ള മനസ്സ് മനുഷ്യനെ ദീർഘായുസ്സിലേക്ക് നയിക്കുന്നു. ഒക്കിനാവയിലെ 100 വയസ്സുകാർ പരാജയത്തെ ശാപമായി കാണുന്നില്ല, പാഠമായി സ്വീകരിക്കുന്നു. ഇതാണ് അവരുടെ റെസിലിയൻസ് അഥവാ ഉൾക്കരുത്ത്. ഇച്ചിഗോ ഇച്ചി. വൺസ് ഇൻ എ ലൈഫ് ടൈം. ഈ നിമിഷം വീണ്ടും വരില്ല, അല്ലെങ്കിൽ ഈ നിമിഷം ഒരിക്കൽ മാത്രമാണ്. ഒക്കിനാവയിലെ ആളുകൾ ഓരോ കൂടിക്കാഴ്ചയും വിലമതിക്കുന്നു. ഓരോ സംഭാഷണവും പൂർണ്ണമായി അനുഭവിക്കുന്നു. ഇന്നത്തെ നിമിഷത്തിൽ ജീവിക്കുന്നു. ഇപ്പോഴത്തെ നിമിഷം നഷ്ടപ്പെട്ടാൽ ഇക്കിഗായ് മങ്ങിപ്പോകും. വാബി സാബി. ബ്യൂട്ടി ഓഫ് ഇംപെർഫെക്ഷൻ. അപൂർണതയുടെ സൗന്ദര്യം. മറ്റൊരു പ്രധാന ആശയം വാബി സാബിയാണ്. അതായത് പൂർണ്ണത തേടേണ്ടതില്ല, അപൂർണത സ്വീകരിക്കുക, ലാളിത്യത്തിൽ സൗന്ദര്യം കണ്ടെത്തുക. ഒക്കിനാവയിലെ ആളുകൾ തങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുന്നില്ല, എല്ലാം പെർഫെക്റ്റ് ആകണം എന്ന് വാശി കാണിക്കുന്നില്ല. ഈ സമീപനം മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നു, മനസ്സ് ശാന്തമാക്കുന്നു. ഗമൻ. സഹിഷ്ണുതയോടെ, ക്ഷമയോടെ, ആത്മനിയന്ത്രണത്തോടെ പ്രശ്നങ്ങളെ നേരിടാനും അവ സഹിക്കാനുമുള്ള ശക്തിയാണ് ഗമൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗമൻ എന്ന ജപ്പാനീസ് പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബുദ്ധിമുട്ടുകൾ ശബ്ദമില്ലാതെ സഹിക്കുക, ഉള്ളിൽ ശക്തി വളർത്തുക എന്നൊക്കെയാണ്. ഒക്കിനാവയിലെ 100 വയസ്സുകാർ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ തുറന്ന് പരാതിപ്പെടുന്നില്ല, അവയെ ശാന്തമായി സ്വീകരിക്കുന്നു. നാൻ കുരു നസ. ഇറ്റ് വിൽ ബി ഓൾ റൈറ്റ്. എല്ലാം ശരിയാകും. ശരിയായ വഴിയിൽ നടക്കുകയാണെങ്കിൽ എല്ലാം ശരിയാകും എന്നൊരർത്ഥം കൂടി ഇതിനുണ്ട്. ഈ വിശ്വാസം അമിത ആശങ്ക കുറയ്ക്കുന്നു, ഭാവിയെക്കുറിച്ചുള്ള ഭയം അകറ്റുന്നു. വിശ്വാസമുള്ള മനസ്സ് ദീർഘായുസിന്റെ കൂട്ടാളിയാണ്. മിനിമൽ തിങ്കിങ്. മനസ്സ് ലഘുവാക്കുക, അമിത ചിന്ത ഒഴിവാക്കുക, ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങൾ കുറയ്ക്കുക, ജീവിതത്തെ ലളിതമാക്കുക. ഒക്കിനാവയിലെ ആളുകൾ അധികം സമ്പാദിക്കാനായി ജീവിതം ത്യജിക്കുന്നില്ല. തങ്ങൾക്കുള്ളതിൽ സന്തോഷം കണ്ടെത്തുന്നു. ലളിതമായ മനസ്സ്
ഇക്കിഗൈയെ ശക്തമാക്കുന്നു. കൂട്ടായ്മയും വിനയവും. ജപ്പാനീസ് സംസ്കാരം വിനയത്തെ ബഹുമാനിക്കുന്നു. ഞാൻ എന്നതിനേക്കാൾ നാം എന്ന ബോധം വളർത്തുന്നു. ഒക്കിനാവയിലെ 100 വയസ്സുകാർ മറ്റുള്ളവരെ ആദരിക്കുന്നു, സമൂഹത്തിൽ തങ്ങളുടെ സ്ഥാനമറിഞ്ഞ് ജീവിക്കുന്നു. വിനയം മനുഷ്യരെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു, ബന്ധങ്ങൾ ദീർഘായുസ്സിന് വഴിയൊരുക്കുന്നു. സന്തോഷം ഒരു ലക്ഷ്യമല്ല, അത് ഒരു ജീവിത ശൈലിയാണ്. ജപ്പാനീസ് ജീവിത പാഠങ്ങൾ പരാജയം അംഗീകരിക്കാൻ പഠിപ്പിക്കുന്നു, ഇപ്പോഴത്തെ നിമിഷം ആസ്വദിക്കാൻ സഹായിക്കുന്നു, ലാളിത്യത്തിലൂടെ ജീവിതത്തിൽ സമാധാനം കണ്ടെത്താൻ പഠിപ്പിക്കുന്നു. ഇതെല്ലാം ചേർന്നതാണ് ഇക്കിഗൈ. ഈ ഭാഗത്തിലെ പ്രധാന ആശയങ്ങൾ: വീണാലും എഴുന്നേൽക്കുക, അല്ലെങ്കിൽ പരാജയത്തെ നേരിടുക; ഇപ്പോഴത്തെ നിമിഷം വിലമതിക്കുക; അപൂർണത സ്വീകരിക്കുക; സഹിഷ്ണുത വളർത്തുക; ലളിതമായ ജീവിതം തെരഞ്ഞെടുക്കുക. ദ ഇക്കിഗൈ ഡയറ്റ്. ഒക്കിനാവയിലെ ദീർഘായുസ്സിന്റെ ഭക്ഷണ രഹസ്യം. നമ്മൾ എന്ത് കഴിക്കുന്നു എന്നതിലും പ്രധാനമാണ് എങ്ങനെ കഴിക്കുന്നു എന്നത്. ഒക്കിനാവയിലെ 100 വയസ്സുകാർ പാലിക്കുന്ന ഭക്ഷണ രീതികൾ ആഡംബരമുള്ളതല്ല, അത് സ്വാഭാവികവും ലളിതവുമാണ്. ഇതുതന്നെയാണ് അവരുടെ ദീർഘായുസ്സിന്റെ രഹസ്യം. ഭക്ഷണം അവർക്ക് മരുന്നിന് തുല്യമാണ്. അവർ ഭക്ഷണത്തെ ഒരു ചികിത്സയായി കാണുന്നു. ഒക്കിനാവയിലെ ആളുകൾ ഭക്ഷണം ബോധപൂർവം കഴിക്കുന്നു, ശരീരത്തിന് വേണ്ടത് മാത്രം നൽകുന്നു. ഭക്ഷണം ഒരു ആസ്വാദനമായി കാണുന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് നമ്മൾ എന്ന ആശയമാണ് അവർക്കുള്ളത്. ഹാരഹ ചീബു എന്ന ആശയത്തെ വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. 80% മാത്രം തൃപ്തിയാകുമ്പോൾ ഭക്ഷണം നിർത്തുക. ഇത് അമിത ഭക്ഷണം തടയുന്നു, ദഹനം മെച്ചപ്പെടുത്തുന്നു, ശരീരഭാരം നിയന്ത്രിക്കുന്നു. ഒക്കിനാവയിലെ 100 വയസ്സുകാർ വയറു നിറഞ്ഞ് എഴുന്നേൽക്കാറില്ല. അവർ എപ്പോഴും ലഘുവായാണ് എഴുന്നേൽക്കുന്നത്. പ്ലാന്റ് ബേസ്ഡ് ഡയറ്റ്, സസ്യാധിഷ്ഠിത ഭക്ഷണം. ഒക്കിനാവയിലെ ഭക്ഷണത്തിൽ പച്ചക്കറികളാണ് പ്രധാന പങ്ക്, പ്രത്യേകിച്ച് മധുരക്കിഴങ്ങ്, ഇലക്കറികൾ, പച്ചക്കറികൾ, സോയ ഉൽപ്പന്നങ്ങൾ. അവർ മാംസം കഴിക്കുന്നത് വളരെ കുറവാണ്. മത്സ്യം പോലും കൃത്യമായ അളവിലാണ് കഴിക്കുന്നത്. ഇത് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നു, ശരീരത്തിൽ അണുബാധ കുറയ്ക്കുന്നു, ദീർഘായുസ്സിന് വഴിയൊരുക്കുന്നു. സോയ് അഥവാ സോയാബീൻ ദീർഘായുസ്സിന്റെ പ്രോട്ടീനായിട്ടാണ് അവർ കരുതുന്നത്. ഒക്കിനാവയിലെ ആളുകൾ സോയാബീൻസ്, ടോഫു അതായത് സോയാ മിൽക്ക് കൊണ്ടുള്ള തൈര്, പനീർ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ, മിസോ സോയാബീൻ പുളിപ്പിച്ചുണ്ടാക്കുന്ന ഒരു തരം പേസ്റ്റ്, ഇവയെല്ലാം പതിവായി കഴിക്കുന്നു. സോയ് ശരീരത്തിന് ലഘുവാണ്, പ്രോട്ടീൻ നൽകുന്നു, ഹോർമോൺ ബാലൻസ് നിലനിർത്തുന്നു. ഇതാണ് അവരുടെ ഭക്ഷണത്തിലെ പ്രധാന രഹസ്യം. ഗ്രീൻ ടീ എന്ന ദൈനംദിന ഔഷധം. ഒക്കിനാവയിലെ ആളുകൾ ദിവസം പല പ്രാവശ്യം ഗ്രീൻ ടീ കുടിക്കുന്നു. ഗ്രീൻ ടീ ആന്റി ഓക്സിഡന്റുകൾ നിറഞ്ഞതാണ്, ശരീരത്തെ ശുദ്ധീകരിക്കുന്നു, പ്രായമേറലിന് വേഗത കൂട്ടുന്ന ഫ്രീ റാഡിക്കൽസിനെ കുറയ്ക്കുന്നു. ലളിതമായൊരു ശീലമാണത്, പക്ഷെ വളരെ വലിയ ഗുണം ചെയ്യുന്നു. പഞ്ചസാരയെയും പ്രോസസ്ഡ് ഫുഡിനെയും അവർ ശത്രുക്കളായിട്ടാണ് കാണുന്നത്. അമിത പഞ്ചസാര, പ്രോസസ്ഡ് ഫുഡ്, ജങ്ക് ഫുഡ് എന്നിവ ശരീരത്തെ ക്ഷീണിപ്പിക്കുന്നു, രോഗങ്ങളെ ക്ഷണിക്കുന്നു, ഏജിംഗ് വേഗത്തിലാക്കുന്നു. ഈ കർശന മുന്നറിയിപ്പാണ് അവർ നൽകുന്നത്. അതിനാൽ അവർ ഇത്തരം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. ഒക്കിനാവയിലെ 100 വയസ്സുകാർ മധുരം വളരെ കുറവാണ് കഴിക്കുന്നത്. ഭക്ഷണം വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നു. പ്രകൃതിദത്ത ആഹാരങ്ങൾക്ക് കൃത്രിമാഹാരങ്ങളെക്കാൾ പ്രാധാന്യം നൽകുന്നു. മൈൻഡ്ഫുൾ ഈറ്റിങ്ങിന് അവർ വളരെ പ്രാധാന്യം കൊടുക്കുന്നു. ശ്രദ്ധയോടെ ഭക്ഷണം എന്ന ഒരു പ്രധാന ആശയമാണിത്. മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്നാൽ അവർ TV കാണുമ്പോൾ ഭക്ഷണം കഴിക്കുന്നില്ല, സംസാരിച്ചുകൊണ്ട് അമിതമായി കഴിക്കുന്നില്ല, ഭക്ഷണത്തിൻ്റെ ഓരോ ഭാഗവും ആസ്വദിച്ച് കഴിക്കുന്നു. ശ്രദ്ധയോടെ ഭക്ഷണം കഴിച്ചാൽ കുറച്ച് ഭക്ഷണം മതി, കൂടുതൽ സംതൃപ്തി ലഭിക്കും. ഭക്ഷണവും ഇക്കിഗായും. ഭക്ഷണം വെറുതെ ശരീരത്തിനു വേണ്ടി മാത്രമല്ല, അത് മനസ്സിനും ഇക്കിഗായ്ക്കുമാണ്. ഭക്ഷണം ശരിയായാൽ ശരീരം ഊർജ്ജസ്വലമാകും, മനസ്സ് ശാന്തമാകും, ഇക്കിഗായ് പിന്തുടരാനുള്ള ശക്തി കിട്ടും. ദീർഘായുസ്സിൻ്റെ രഹസ്യം വളരെ കുറച്ച് എന്നാൽ വളരെ നന്നായി കഴിക്കുന്നതിലാണ്. ഇക്കിഗായ് ഡയറ്റ് നിയന്ത്രണമല്ല, അതൊരു ശിക്ഷയുമല്ല, സ്വയം പരിചരണമാണ്. ഈ ഭാഗത്തിലെ പ്രധാന ആശയങ്ങൾ: 80% മാത്രം തൃപ്തിയായി ഭക്ഷണം കഴിക്കുക, സസ്യാധിഷ്ഠിത ഭക്ഷണം കഴിക്കുക, ഷുഗറും പ്രോസസ്ഡ് ഫുഡും കുറയ്ക്കുക, ഗ്രീൻ ടീ പോലുള്ള ലളിതശീലങ്ങൾ തുടരുക,
മൈൻഡ്ഫുൾ ഈറ്റിംഗ്, അതായത് ശ്രദ്ധയോടെയുള്ള ഭക്ഷണം കഴിക്കൽ ശീലമാക്കുക. ജെന്റിൽ ഫിസിക്കൽ എക്സർസൈസ്, ശരീരം ചലിപ്പിക്കുക, ജീവിതം ദീർഘമാക്കുക. ഒക്കിനാവയിലെ 100 വയസ്സുകാർ ജിമ്മിലേക്ക് പോകുന്നില്ല, എന്നാൽ അവർ ഒരു ദിവസം ശരീരം നിശ്ചലമാക്കുന്നില്ല. അതാണ് അവരുടെ ദീർഘായുസ്സിൻ്റെ വലിയ രഹസ്യം. ശരീരത്തെ തളർത്തുന്ന കഠിന വ്യായാമം വേണ്ട, ശരീരത്തെ സ്നേഹിക്കുന്ന ചലനമാണ് വേണ്ടത്. എക്സർസൈസ് എന്നത് ജീവിതത്തിൻ്റെ ഭാഗമാണ് അവർക്ക്. ഒക്കിനാവയിലെ ആളുകൾ വ്യായാമത്തെ പ്രത്യേക സമയം മാറ്റിവെച്ച് ചെയ്യുന്ന കാര്യമായി കാണുന്നില്ല, ജീവിതത്തിൻ്റെ ഭാഗമായാണ് കാണുന്നത്. അവർ നടക്കുന്നു, കൃഷി ചെയ്യുന്നു, വീട്ടുപണികൾ ചെയ്യുന്നു, നിലത്ത് ഇരുന്നെഴുന്നേൽക്കുന്നു. ശരീരം ദിനംപ്രതി ഉപയോഗിക്കുമ്പോൾ അത് യുവത്വം നിലനിർത്തും. നടക്കൽ ഏറ്റവും മികച്ച വ്യായാമമാണ്. നടത്തത്തെ വ്യായാമങ്ങളുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കുന്നു. നടത്തം ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു, മനസ്സിനെ ശാന്തമാക്കുന്നു, സ്ട്രെസ് കുറയ്ക്കുന്നു. ഒക്കിനാവയിലെ 100 വയസ്സുകാർ പതുക്കെ നടക്കുന്നു, പ്രകൃതിയോട് ചേർന്ന് നടക്കുന്നു, നടക്കലിനെ ഒരു ആസ്വാദനമാക്കുന്നു. വേഗത പ്രധാനമല്ല, സ്ഥിരതയാണ് പ്രധാനം. റേഡിയോ ടൈസോ എന്ന ജപ്പാനീസ് ലഘുവ്യായാമം. ഇത് കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ ചെയ്യാവുന്ന ലഘുവ്യായാമമാണ്. ശരീരത്തിലെ എല്ലാ സന്ധികളും ചലിപ്പിക്കുന്നു. 5-10 മിനിറ്റ് മാത്രം ചെയ്താൽ മതി. സ്ട്രെച്ചിങ്ങിനെ അവർ ശരീരത്തിനോടുള്ള നന്ദി പറയലായാണ് കണക്കാക്കുന്നത്. സ്ട്രെച്ചിങ് പേശികൾക്ക് വിശ്രമം നൽകുന്നു, ശരീരത്തെ ലാഘവമുള്ളതാക്കുന്നു, പരിക്കുകൾ ഒഴിവാക്കുന്നു. ഒക്കിനാവയിലെ മുതിർന്നവർ രാവിലെ ചെറിയ സ്ട്രെച്ചിങ് ചെയ്യുന്നു, ഉറങ്ങുന്നതിനു മുൻപ് ശരീരത്തെ ലഘുവായി ചലിപ്പിക്കുന്നു. സ്ട്രെച്ചിങ് എന്നത് ഒരു ചികിത്സയാണ്, ശിക്ഷയല്ല. മൈൻഡ് ബോഡി കണക്ഷൻ. ശരീരവും മനസ്സും വേർപിരിയാത്തതാണെന്നാണ് ഇവർ കരുതുന്നത്. ശരീരം ചലിപ്പിക്കുമ്പോൾ രക്തചംക്രമണം മെച്ചപ്പെടും, തലച്ചോറിലേക്ക് ഓക്സിജൻ കൂടുതലെത്തും, മനസ്സുണരും. ശരീരത്തിന്റെ ചലനം ഇക്കിഗൈ പിന്തുടരാനുള്ള ഊർജം നൽകുന്നു. ഏജ് ഈസ് നോട്ട് എ ബാരിയർ. വ്യായാമത്തിന് പ്രായം ഒരു തടസ്സമല്ല. ഒക്കിനാവയിലെ 100 വയസ്സുകാർ നമ്മോട് പറയുന്നത് വ്യായാമം നിർത്തിയാൽ മാത്രമാണ് പ്രായം തോന്നുന്നത്. പ്രായം കൂടുമ്പോൾ കഠിന വ്യായാമം വേണ്ട, പക്ഷേ ചലനം നിർത്തരുത്. ചലനം നിലനിർത്തിയാൽ സ്വാതന്ത്ര്യം നിലനിർത്താം. യോഗ, ടൈച്ചി, കിഗോങ്. കിഴക്കൻ രാജ്യങ്ങളിലെ വ്യായാമ രീതികളെക്കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നു. യോഗ, ടൈച്ചി, കിഗോങ് ഇവ ശരീരവും ശ്വാസവും മനസ്സും ഒരുമിച്ച് ചലിപ്പിക്കുന്നു, സ്ട്രെസ് കുറയ്ക്കുന്നു, ബാലൻസും ഫ്ലെക്സിബിലിറ്റിയും കൂട്ടുന്നു. ഇത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ ഫ്ലോയും എക്സർസൈസും ഒരുമിച്ച് നൽകുന്ന വ്യായാമ രീതികളാണ്. കൺസിസ്റ്റൻസി ഓവർ ഇൻറ്റൻസിറ്റി. സ്ഥിരതയാണ് വേണ്ടത്, കടുത്ത വ്യായാമ രീതികളല്ല. സ്ഥിരതയുള്ള വ്യായാമ രീതികളാണ് ദീർഘായുസിന്റെ താക്കോൽ. ദിവസം 10-20 മിനിറ്റ് വ്യായാമം ചെയ്യുക, പക്ഷെ എല്ലാ ദിവസവും എല്ലാവരും വ്യായാമം ചെയ്യും. ഇതാണ് ഒക്കിനാവയുടെ രഹസ്യം. ശരീരം ചലിപ്പിച്ചാൽ ജീവിതം മുന്നോട്ട് നീങ്ങും. ചെറിയ വ്യായാമങ്ങൾ ശരീരത്തെ സംരക്ഷിക്കുന്നു, മനസ്സിനെ ഉണർത്തുന്നു, ഇക്കിഗായ് പിന്തുടരാൻ ശക്തി നൽകുന്നു. ഈ ഭാഗത്തിലെ പ്രധാന ആശയങ്ങൾ: വ്യായാമം കഠിനമാകേണ്ടതില്ല. ഏറ്റവും നല്ലത് നടത്തമാണ്. സ്ട്രെച്ചിങ് ദിനചര്യയാക്കുക. സ്ഥിരതയാണ് മുഖ്യം. ശരീരം ചലിപ്പിച്ചാൽ മനസ്സും ചലിക്കും, മനസ്സിന് സന്തോഷമുണ്ടാകും. റെസീലിയൻസ് ആൻഡ് വാബി സാബി. സമ്മർദ്ദവും ദുഃഖവും നമ്മെ വൃദ്ധരാക്കാതിരിക്കാനുള്ള ജീവിതകല. പ്രശ്നങ്ങളില്ലാത്ത ജീവിതമില്ല, പക്ഷേ പ്രശ്നങ്ങളെ എങ്ങനെ നേരിടുന്നു എന്നതാണ് ജീവിതത്തിന്റെ ഗുണമേന്മ നിശ്ചയിക്കുന്നത്. ഒക്കിനാവയിലെ 100 വയസ്സുകാർ ദീർഘായുസ്സോടെ ജീവിക്കുന്നത് ഭാഗ്യം കൊണ്ടല്ല, മാനസിക ബലം, അതായത് റെസിലിയൻസ് കൊണ്ടാണ്. റെസിലിയൻസ് എന്നാൽ വീണാലും തകരാതിരിക്കാനുള്ള ശക്തിയാണ്. റെസിലിയൻസ് എന്നത് പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടലല്ല, വികാരങ്ങൾ അടിച്ചമർത്തലല്ല, വേദനയെ അംഗീകരിച്ച് മുന്നോട്ടു പോകാനുള്ള കഴിവാണ്. ഒക്കിനാവയിലെ ആളുകൾ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെ നിഷേധിക്കുന്നില്ല. എന്തുകൊണ്ട് എനിക്കിത് വന്നു എന്ന് ചോദിച്ച് തളരുന്നില്ല. സംഭവിച്ചതിനെ യാഥാർത്ഥ്യമായി സ്വീകരിക്കുന്നു. ഈ സ്വീകരണമാണ് റെസീലിയൻസിന്റെ അടിസ്ഥാനം. സ്ട്രെസ് അഥവാ മാനസിക സമ്മർദ്ദം ദീർഘായുസിന്റെ മൗന ശത്രുവാണ്. നീണ്ടു നിൽക്കുന്ന സ്ട്രെസ് ശരീരത്തെ അകത്തുനിന്ന് തകർക്കുന്നു, ഹോർമോൺ ബാലൻസ് തകർക്കുന്നു, രോഗസാധ്യത വർദ്ധിപ്പിക്കുന്നു. ഒക്കിനാവയിലെ 100 വയസ്സുകാർ സ്ട്രെസ് കൈകാര്യം ചെയ്യുന്നത് ഇങ്ങനെയാണ്. ചെറിയ കാര്യങ്ങളെ വലിയ പ്രശ്നമാക്കുന്നില്ല, എല്ലാത്തിനും ഉടൻ പ്രതികരിക്കുന്നില്ല, പോസ് ചെയ്യുന്നു, അതായത് ഇടവേളകൾ എടുക്കുന്നു. ഈ പോസ് തന്നെയാണ് അവരുടെ രഹസ്യം.
വാബി സാബി എന്ന അപൂർണതയുടെ സൗന്ദര്യം. ഇതിൻ്റെ എല്ലാം ആത്മാവ് വാബി സാബിയാണ്. അതിൻ്റെ അർത്ഥം എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണമെന്നില്ല. ജീവിതത്തിൽ പ്രശ്നങ്ങൾ സ്വാഭാവികമാണ്. അത്തരം അപൂർണതയിൽ ഒരു സൗന്ദര്യമുണ്ട്. ഒക്കിനാവയിലെ ആളുകൾ സ്വന്തം പരാജയങ്ങളെ മറയ്ക്കുന്നില്ല. പ്രായമാകുന്നതിനെ ശത്രുവായി കാണുന്നില്ല. അപൂർണത സ്വീകരിച്ചാൽ സമ്മർദ്ദം സ്വാഭാവികമായി കുറയും. ആക്സെപ്റ്റൻസ് അഥവാ ഉൾക്കൊള്ളൽ സമാധാനത്തിൻ്റെ വാതിലാണ്. എതിർത്താൽ തളരുന്നു, സ്വീകരിച്ചാൽ ശക്തമാകുന്നു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. സ്വീകരണം തോൽവിയല്ല, കീഴടങ്ങലല്ല. അത് ആന്തരിക ബുദ്ധിമുട്ട് അവസാനിപ്പിക്കുന്ന കലയാണ്. ഒക്കിനാവയിലെ 100 വയസ്സുകാർ നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ വിട്ടുകൊടുക്കുന്നു, നിയന്ത്രിക്കാവുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നു. ഇതാണ് അവരുടെ മനസ്സമാധാനത്തിൻ്റെ പ്രധാന കാരണം. ഇമോഷണൽ ഹൈജീൻ, മനസ്സിൻ്റെ ശുചിത്വം. ഇവിടെ ശരീര ശുചിത്വത്തെ പോലെ തന്നെ മനസ്സിനും ശുചിത്വം വേണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഒക്കിനാവയിലെ ആളുകൾ ഭയങ്കരമായി ദേഷ്യപ്പെടുന്നില്ല, നീണ്ടു നിൽക്കുന്ന വൈരാഗ്യം പോറ്റുന്നില്ല, മനസ്സിനെ ഇടയ്ക്കിടെ ശുദ്ധീകരിക്കുന്നു. ചിരി, പ്രാർത്ഥന, ധ്യാനം, പ്രകൃതി ഇവ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന ഉപകരണങ്ങളാണെന്നാണ് അവരുടെ വിശ്വാസം. കൂട്ടായ്മ ഉൾക്കരുത്തിൻ്റെ കൂട്ടാളി. സാമൂഹിക ബന്ധങ്ങളുടെ പ്രാധാന്യം ഇതിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഒറ്റയ്ക്കുള്ള റെസീലിയൻസ് ദുർബലമാണ്, കൂട്ടായ്മയുള്ള റെസീലിയൻസ് ശക്തമാണ്. മുആയി പോലുള്ള കൂട്ടായ്മകൾ ദുഃഖം പങ്കിടാൻ ഇടം നൽകുന്നു, സമ്മർദ്ദം പകുതിയാക്കുന്നു. പങ്കിട്ട വേദന എന്നാൽ പകുതി വേദനയാണെന്ന് പറയാറുണ്ടല്ലോ. ഇക്കിഗായ് ഉൾക്കരുത്തിൻ്റെ ഇന്ധനമാണ്. ജീവിക്കാൻ ഒരു കാരണമുണ്ടെങ്കിൽ വേദന താങ്ങാനാകും. ഇക്കിഗായ് മനസ്സിനെ പിടിച്ചു നിർത്തുന്നു, പ്രതീക്ഷ നഷ്ടപ്പെടാതിരിക്കാൻ സഹായിക്കുന്നു, ജീവിതത്തെ തുടർന്നു കൊണ്ടുപോകാൻ ശക്തി നൽകുന്നു. ഇക്കിഗായ് ഇല്ലെങ്കിൽ വേദന ഭാരമാകുന്നു, ഇക്കിഗായ് ഉണ്ടെങ്കിൽ വേദന പാഠമാകുന്നു. ജീവിതം നമ്മെ തകർക്കാൻ ശ്രമിക്കും, പക്ഷേ നമ്മൾ അതിനെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതാണ് നമ്മെ രൂപപ്പെടുത്തുന്നത്. റെസീലിയൻസും വാബി സാബിയും ചേരുമ്പോൾ മനസ്സിനെ ലഘുവാക്കുന്നു, പ്രായത്തെ സുഹൃത്താക്കുന്നു, ഇക്കിഗായിയെ സംരക്ഷിക്കുന്നു. ഈ ഭാഗത്തിലെ പ്രധാന ആശയങ്ങൾ: പ്രശ്നങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാണ്. റെസീലിയൻസ് വളർത്താവുന്ന കഴിവാണ്. പൂർണ്ണത സ്വീകരിച്ചാൽ സമാധാനം ലഭിക്കും. സ്ട്രെസ് കുറച്ചാൽ ദീർഘായുസ് വർദ്ധിക്കും. ഇക്കിഗായ് ആണ് മാനസിക ബലത്തിൻ്റെ ഉറവിടം. ഇക്കിഗായ് എന്ന പുസ്തകം അവസാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ സത്യം ഇതാണ്: ഇക്കിഗായ് ഒരു ആശയം മാത്രമല്ല, അത് ഒരു ജീവിത ശൈലിയാണ്. ഈ പുസ്തകത്തിലെ ഓരോ ഭാഗങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദീർഘായുസ്സിന് ഒരു മരുന്നില്ല, സന്തോഷത്തിന് ഒരു എളുപ്പവഴിയില്ല. പകരം ലക്ഷ്യമുള്ള ജീവിതം, ലളിതമായ ശീലങ്ങൾ, ശക്തമായ സാമൂഹിക ബന്ധങ്ങൾ, ശരീരത്തോടും മനസ്സിനോടുമുള്ള സൗഹൃദം, ഇതൊക്കെയാണ് യഥാർത്ഥ സമ്പത്ത്. ഇക്കിഗായ് നമ്മെ പഠിപ്പിക്കുന്നത് പ്രായം ഒരു തടസ്സമല്ല, അപൂർണത ഒരു ശാപമല്ല, വേദന ജീവിതത്തിൻ്റെ ശത്രുവല്ല. അവയെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതാണ് ജീവിതത്തെ നിർണയിക്കുന്നത്. ഒക്കിനാവയിലെ 100 വയസ്സുകാർ നമ്മോട് പറയുന്ന അവസാന പാഠം വളരെ ലളിതമാണ്. ജീവിക്കാൻ ഒരു കാരണമുണ്ടെങ്കിൽ ജീവിതം ഏത് വെല്ലുവിളിയും തരണം ചെയ്യും. ഇക്കിഗായ് ഉള്ള ജീവിതം രാവിലെ ഉണരാൻ ഉത്സാഹം നൽകും, ജോലി തന്നെ സന്തോഷമാക്കും, വേദനയിലും അർത്ഥം കണ്ടെത്താൻ സഹായിക്കും. ഇക്കിഗായ് ജീവിതത്തെ ദീർഘമാക്കുന്നില്ല, പകരം ജീവിതത്തെ ജീവിക്കാൻ പറ്റുന്നതാക്കുന്നു. ഈ പുസ്തകം അവസാനിക്കുന്നത് ഒരു ക്ഷണത്തോടെയാണ്. നിങ്ങളുടെ ഇക്കിഗായ് കണ്ടെത്തൂ. ചെറു സന്തോഷങ്ങളെ അവഗണിക്കരുത്. ഓരോ ദിവസത്തിനും ഒരു അർത്ഥം നൽകൂ. അപ്പോൾ ജീവിതം വെറും സമയമല്ല, അത് മനോഹരമായ ഒരു യാത്രയാകുന്നു. ഇതുപോലുള്ള മറ്റു വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നന്ദി.